മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എക്സ്റ്റൻഷൻ ഓഫ് ഇൻസ്ട്രുമെന്റ് റേഞ്ച് ആണ്. സോ ഓരോ മെഷർമെന്റ്സ്, അതായത് നമ്മുടെ വോൾട്ട്മീറ്റർ ആയിക്കോട്ടെ, അമ്മീറ്റർ ആയിക്കോട്ടെ, അപ്പോൾ അതിൻ്റെയൊക്കെ റേഞ്ച് എക്സ്റ്റൻഷൻ എങ്ങനെ ചെയ്യുന്ന നോക്കാം. ഇനി എന്തുകൊണ്ടാണ് ഈ റേഞ്ച് ലിമിറ്റേഷൻ വരുന്നത്? ദ റേഞ്ച് ഈസ് ലിമിറ്റഡ് ബൈ ദ കറന്റ് ദാറ്റ് ക്യാൻ ബി ക്യാരിഡ് ബൈ ദ കോയിൽ ഓഫ് ദ ഇൻസ്ട്രുമെന്റ് സേഫ്ലി. അപ്പോൾ ആ ഒരു ഇൻസ്ട്രുമെന്റിനെ എത്രമാത്രം കറണ്ടിനെ ആ ഇൻസ്ട്രുമെന്റ് ബേൺ ചെയ്തു പോകാതെ, ഇൻസ്ട്രുമെന്റ് കോയിൽ നശിച്ചു പോകാതെ എത്രമാത്രം കറണ്ടിനെ അതിന് ബിയർ ചെയ്യാൻ സാധിക്കും, ആ ഒരു കപ്പാസിറ്റി വെച്ചിട്ടാണ് ഈ റേഞ്ച് ലിമിറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ഒരു മൂവിങ് കോയിൽ, അപ്പോൾ മൂവിങ് കോയിൽ ഇൻസ്ട്രുമെന്റ് ആണെങ്കിൽ മൂവിങ് കോയിൽ, അതുപോലെ സ്പൈറൽ സ്പ്രിങ്സ് ഒക്കെ യൂസ് ചെയ്യുമല്ലോ. അപ്പോൾ അതൊക്കെ മാക്സിമം കറണ്ട് എന്ന് പറഞ്ഞാൽ ഒരു 50 മില്ലി ആംപിയർ, അതാണ് ഒരു മാക്സിമം കറണ്ട് റേഞ്ച്. അപ്പോൾ അതിൽ കൂടുതൽ ആ ഒരു സ്പ്രിങ്ങിനോ അല്ലെങ്കിൽ ഈ കോയിലിനോ ഒന്നും താങ്ങാൻ സാധിക്കില്ല. അപ്പോൾ ആ 50 മില്ലി ആംപിയർ, അതുപോലെ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ആണെങ്കിൽ 50 മില്ലി വോൾട്ട്, ആ ഒരു രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് ഈ ഒരു ലാർജ് കറണ്ട്സ് ഒക്കെ നമുക്ക് മെഷർ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ദ റേഞ്ച് ഓഫ് ദ മീറ്റർ ഷുഡ് ബി ഇൻക്രീസ്ഡ്. അപ്പോൾ ആ റേഞ്ച് എങ്ങനെയാണ് ഇൻക്രീസ് ചെയ്യുന്നത്? So there are 4 common devices employed for extending the range of the instruments. അപ്പോൾ ഈ ഇൻസ്ട്രുമെന്റിന്റെ റേഞ്ച് കൂട്ടുന്ന ആ 4 ഡിവൈസസ് എന്ന് പറഞ്ഞാൽ, ഒന്ന് ഷണ്ട്സ് ആണ്, രണ്ടാമത്തേത് മൾട്ടിപ്ലയർ, അടുത്തത് കറന്റ് ട്രാൻസ്ഫോമറും പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമറും. ഷണ്ട്, മൾട്ടിപ്ലയേഴ്സ്, കറന്റ് ട്രാൻസ്ഫോമർ ആൻഡ് പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമർ. നമ്മൾ അതിൽ ആദ്യം പഠിക്കാൻ പോകുന്നത് അമ്മീറ്റർ ഷണ്ട് ആണ്. അമ്മീറ്റർ ഷണ്ട്, അപ്പോൾ ആ ഒരു പേര് ഒരുമിച്ച് തന്നെ പഠിച്ചു പോവുക, കാരണം അമ്മീറ്ററിനാണ് ഷണ്ട്, അതുകൊണ്ട് അമ്മീറ്റർ ഷണ്ട് എന്ന് പഠിച്ചു വെക്കുക. ദെൻ എന്താണ് ഈ ഷണ്ട് എന്ന് ഉദ്ദേശിക്കുന്നത്? ഷണ്ട് എന്ന് പറയുന്നത് പാരലലി കണക്ഷൻ ആണെന്ന് മനസ്സിലായി അല്ലേ? സോ ദർ ഈസ് എ ലോ റെസിസ്റ്റൻസ് ഇൻ പാരലൽ വിത്ത് കോയിൽ സർക്യൂട്ട് ഓഫ് ദ ഇൻസ്ട്രുമെന്റ്. ദർ ഈസ് എ ലോ റെസിസ്റ്റൻസ് ഇൻ പാരലൽ വിത്ത് കോയിൽ സർക്യൂട്ട് ഓഫ് ദ ഇൻസ്ട്രുമെന്റ്. അപ്പോൾ ഈ ഒരു പിക്ചറിൽ, റൈറ്റ് സൈഡിലുള്ള പിക്ചറിൽ കാണുവാണെങ്കിൽ, ദിസ് ഈസ് ദ ബേസിക് അമ്മീറ്റർ സർക്യൂട്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം ബേസിക് മീറ്റർ. ആ മീറ്ററിന്റെ ഒരു സിമ്പിളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതിൽ ആ മീറ്ററിന്റെ റെസിസ്റ്റൻസ് ആണ് RM എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത് കേട്ടോ. വലതുവശത്തുള്ള പിക്ചർ നോക്കുക. ഇനി അതിന് പാരലായിട്ട് RSH എന്നൊരു ഷണ്ട് കണക്ട് ചെയ്തിരിക്കുന്നു. ടോട്ടൽ കറണ്ട് I വരുന്നു, ISH ഇതിലൂടെ പോകുന്നു, RSHിലൂടെ പോകുന്നു, IM എന്ന കറണ്ട് മീറ്ററിലൂടെ കടന്നു പോകുന്നു. അപ്പൊ അതിന്റെ ഒരു വേറെ കണക്ഷൻ ആണ് ഈ കാണിച്ചിരിക്കുന്നത്, ലെഫ്റ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്നത്. ഈ RM എന്ന് പറയുന്ന റെസിസ്റ്റൻസ് ഉള്ള മീറ്റർ ആണ്, അത് ഒരു ഷണ്ടിലേക്ക് കണക്ട് ചെയ്തേക്കുന്നു. നിങ്ങൾക്ക് ഈ കാണാം, ഇതിനകത്ത് ഈ ഒരു ഷണ്ട് പോർഷൻ എന്ന് പറയുന്നത്, ഈ നടുക്ക് കാണിച്ചിരിക്കുന്ന ഈ ഒരു പോർഷനാണ് ഷണ്ട് പോർഷൻ എന്ന് പറയുന്നത്. അതിന്റെ ആ ഷണ്ട് പോർഷന് അല്ലെങ്കിൽ ഷണ്ടിന് 2 ടെർമിനൽസ് ഉണ്ട്. ഇവിടെ എഴുതിയിട്ടുണ്ട് കറണ്ട് ടെർമിനൽസ് ആണ് ഈ 2 സ്മോൾ ടെർമിനൽസ് കാണിച്ചിരിക്കുന്നത്. ആ കറണ്ട് ടെർമിനലിലാണ്, അതായത് ഈ ഷണ്ട് കണക്ട് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞല്ലോ, ഈ ഷണ്ടിന്റെ കറണ്ട് ടെർമിനലിലാണ് എന്ത് കണക്ട് ചെയ്തിരിക്കുന്നത്? അമ്മീറ്റർ കണക്ട് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഈ ഷണ്ടിന്റെ പൊട്ടൻഷ്യൽ ടെർമിനലിലാണ് നമ്മൾ സർക്യൂട്ട് ഔട്ട് സൈഡ് കണക്ട് ചെയ്തിരിക്കുന്നത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ശരിക്കുള്ള ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് കണക്ഷൻ വരുന്നത്. ഇനി ഇവിടെ പറയേണ്ട ഒരു കാര്യം, നമുക്കിവിടെ വരുന്ന ടോട്ടൽ എമൗണ്ട് ഓഫ് കറണ്ട് ഡിവൈഡഡ് ബൈ ദ ഇൻസ്ട്രുമെന്റ് കറണ്ട്, അല്ലെങ്കിൽ ദ കറണ്ട് പാസിംഗ് ത്രൂ ദ ഇൻസ്ട്രുമെന്റ്, അതാണ് എന്ത് പറയുന്നത്? I/Im. അപ്പോൾ ഇതിൽ എന്താണ് ശരിക്കും സംഭവിക്കുന്നത്? നമ്മളൊരു ഷണ്ട് കണക്ട് ചെയ്യുമ്പോൾ, ഷണ്ട് എങ്ങനത്തെ റെസിസ്റ്റൻസ് ആണ്? ലോ റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ ലോ റെസിസ്റ്റൻസ് ആകുമ്പോൾ നമുക്കൊരു ഹൈ കറണ്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു പാരലൽ കോമ്പിനേഷന്റെ അടുത്ത് വന്നു കഴിയുമ്പോൾ ഈ കറണ്ട് എന്ത് ചെയ്യും? സ്പ്ലിറ്റ് ചെയ്ത് ഏറ്റവും കൂടുതൽ കറണ്ട് പാസ് ചെയ്യുന്ന ഏതിലൂടെ ആയിരിക്കും? ലോ റെസിസ്റ്റൻസ് പാത്തിലൂടെ ആയിരിക്കും. അപ്പോൾ ആ ഷണ്ടിലൂടെ കറണ്ട് കൂടുതലും പാസ് ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ ടോട്ടൽ കറണ്ട് ഡിവൈഡഡ് ബൈ ഇൻസ്ട്രുമെന്റ് കറണ്ട് ഈക്വൽ ടു എന്താണ്? I/Im എന്ന് ഡിനോട്ട് ചെയ്യാം. അതിനെ നമുക്ക് ക്യാപിറ്റൽ N എന്ന് ഡിനോട്ട് ചെയ്യാം. ഈ N എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലൈയിങ് പവർ ആണ്. എന്താണ്? മൾട്ടിപ്ലൈയിങ് പവർ. അപ്പോൾ ദ റേഷ്യോ ഓഫ് ദ ടോട്ടൽ കറണ്ട് ടു ദ ഇൻസ്ട്രുമെന്റ് കറണ്ട്, അതാണ് മൾട്ടിപ്ലൈയിങ് പവർ ഓഫ് ദ ഷണ്ട് എന്ന് പറയുന്നത്. ഇനി ഈ ഒരു ഷണ്ടിന്റെ നമുക്ക് വേറൊരു ഇക്വേഷൻ കൂടി കിട്ടും. ഇതിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ റെസിസ്റ്റൻസ്, ആ ഒരു ഷണ്ട് റെസിസ്റ്റൻസിന്റെ വാല്യൂ എങ്ങനെ മെഷർ ചെയ്യാം? V/ISH അല്ലെ? V എന്ന് പറഞ്ഞാൽ വോൾട്ടേജ്, അത് കോമൺ ആണ് ഈ 2 പാരലൽ സർക്യൂട്ടിനും. V/ISH ഈക്വൽ ടു V അഥവാ വോൾട്ടേജ് ഡിവൈഡഡ് ബൈ ISH എന്ന് പറഞ്ഞാൽ എന്താണ്? കറണ്ട് ത്രൂ ദ ഷണ്ട്. ആ കറണ്ട് ത്രൂ ദ ഷണ്ട് എന്ന് പറയുന്നത് ടോട്ടൽ കറണ്ട് മൈനസ് മീറ്റർ കറണ്ട് ആണ്.
അല്ലേ? അപ്പോൾ I മൈനസ് IM ആണ്. ഇനി നമ്മൾ ഈ ഒരു ഡിനോമിനേറ്ററിനെയും ന്യൂമറേറ്ററിൻ്റെയും IM കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് RSH എന്ന് പറയുന്നത് V/IM ഹോൾ ഡിവൈഡഡ് ബൈ I/IM മൈനസ് IM/IM എന്ന് വരുന്നു. അപ്പോൾ നമുക്ക് ന്യൂമറേറ്ററിൽ V/IM പകരം RM എന്നും അതുപോലെ I/IM എത്ര വരും? I/IM നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് N ആണ്, അതായത് മൾട്ടിപ്ലൈയിങ് പവർ ആണ്, മൈനസ് IM/IM 1 ആണ് അല്ലേ? അപ്പോൾ RSH is equal to എങ്ങനെയാണ് ഇക്വേഷൻ കിട്ടിയത്? RM ഡിവൈഡ് ബൈ N-1. ഈ RSH എന്ന് പറഞ്ഞാൽ എന്താണ്? ഷണ്ട് റെസിസ്റ്റൻസ്. RM എന്ന് പറഞ്ഞാൽ എന്താണ്? മീറ്ററിന്റെ റെസിസ്റ്റൻസ്. N എന്തായിരുന്നു? ആ മൾട്ടിപ്ലിക്കേഷൻ അല്ലെ, മൾട്ടിപ്ലൈയിങ് അല്ല, മൾട്ടിപ്ലൈയിങ് പവർ ഓഫ് ദ ഷണ്ട് ആണ്. ഇനി ഈ ഒരു ഇക്വേഷൻ തന്നെ ഈ ഒരു RSHും N-1 കൂടി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ഈക്വൽ ടു RM എന്ന് എഴുതി ഈ ഒരു ഇക്വേഷൻ തന്നെ നമുക്ക് എങ്ങനെ Nന്റെ ഇക്വേഷനിലേക്ക് എത്താം? N എന്നുള്ളത് എന്ത് വരും? RM ഡിവൈഡഡ് ബൈ RSH പ്ലസ് 1. RM ഡിവൈഡഡ് ബൈ RSH പ്ലസ് 1 എന്ന് വരും. ഇനി ഇതിൽ നമ്മളിപ്പോൾ പറഞ്ഞത് മൊത്തം DC മെഷർമെൻറ്റിനാണ്. പക്ഷേ റെയർ ആയിട്ടാണ് യൂസ് ചെയ്യുന്നുള്ളൂ, അല്ലെങ്കിൽ വളരെ റെയർ ആയിട്ട് ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. എങ്കിൽ പോലും AC അമ്മീറ്റേഴ്സിനും എന്ത് യൂസ് ചെയ്യാൻ പറ്റും? ഷണ്ട് യൂസ് ചെയ്യാൻ പറ്റും. വളരെ റെയർ ആയിട്ടാണ് യൂസ് ചെയ്യുന്ന കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കപ്പോൾ ഒരു AC അമ്മീറ്റർ ആകുമ്പോൾ നമുക്ക് ആ കോയിലിൻ്റെ ഇൻഡക്റ്റൻസ് കൂടി നമുക്ക് കൺസിഡർ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇൻഡക്റ്റൻസും ഇതിനകത്ത് റെസിസ്റ്റൻസും മാത്രമല്ലേ കാൽക്കുലേഷനിൽ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ നമ്മൾ ഇൻഡക്റ്റൻസും കൂടി കൺസിഡർ ചെയ്യുമ്പോൾ നമുക്കൊരു കൺസിഡറേഷൻ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ ഷണ്ട് അതുപോലെ തന്നെ ഈ ഒരു ഇൻസ്ട്രുമെൻറ്റ്, ഈ രണ്ടിൻ്റെയും എല്ലാ ഫ്രീക്വൻസിയിലും ആ ഒരു വാല്യൂ, ആ റേഷ്യോ, അതായത് മൾട്ടിപ്ലൈയിങ് ഫാക്ടർ റേഷ്യോ അത് സെയിം ആയിരിക്കണം. അത് എപ്പോഴാണ് സെയിം ആവുമെന്ന് വെച്ചാൽ ഷണ്ടിൻ്റെയും ഇൻസ്ട്രുമെൻറ്റിൻ്റെയും ടൈം കോൺസ്റ്റൻ്റ് ഒക്കെ സെയിം ആവുമ്പോഴാണ്. ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം അതെന്താണെന്നുള്ളത്. അപ്പോൾ ഇതിൽ നമുക്ക് മെയിനായിട്ടും AC ഇൻസ്ട്രുമെൻസിലും ഈ ഷണ്ട് യൂസ് ചെയ്യുവാണെങ്കിൽ വി ഹാവ് ടു മാച്ച് ദ ഇമ്പിഡൻസ്. ആ ഇമ്പിഡൻസ് മാച്ച് ചെയ്യേണ്ടി വരും. അപ്പോൾ ആ ഒരു ഷണ്ട് ടെർമിനലും അതുപോലെ തന്നെ ഈ ഒരു ഇൻസ്ട്രുമെൻറ്റും തമ്മിലുള്ള ഇമ്പിഡൻസ് മാച്ച് ചെയ്യേണ്ടി വരും. നമുക്ക് ഈ ഒരു ഇൻഡക്റ്റൻസിൻ്റെ എഫക്റ്റ് കൂടി കൺസിഡർ ചെയ്യേണ്ടി വരും. ഓക്കെ, ഇനി ഈ ഒരു ഷണ്ടായിട്ട് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ, അമ്മീറ്റർ ഷണ്ടായിട്ട് യൂസ് ചെയ്യുന്ന മെറ്റീരിയലിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? റെസിസ്റ്റൻസ് ഓഫ് ദ ഷണ്ട് ഷുഡ് നോട്ട് വേരി വിത്ത് ടൈം. ആ റെസിസ്റ്റൻസ് ടൈമിനനുസരിച്ച്, അത് കുറച്ച് കാലം കഴിയുമ്പോൾ ആ റെസിസ്റ്റൻസ് ചേഞ്ച് ചെയ്യാൻ പാടില്ല. കാരണം ആ റെസിസ്റ്റൻസിനെ വെച്ചിട്ടാണ് നമ്മുടെ ഈ കാൽക്കുലേഷൻ വരുന്നത് അല്ലേ, മൾട്ടിപ്ലൈയിങ് ഫാക്ടർ വരുന്നത്. അതുകൊണ്ട് തന്നെ റെസിസ്റ്റൻസ് ഓഫ് ദ ഷണ്ട് ഷുഡ് നോട്ട് വേരി വിത്ത് ടൈം. They should carry the current without excessive rise in temperature. അപ്പോൾ കറണ്ട് ക്യാരി ചെയ്യുമ്പോൾ വിത്തൗട്ട് എക്സസീവ് റൈസ് ഇൻ ടെമ്പറേച്ചർ ആയിരിക്കണം. ആൻഡ് they should have low thermal electromotive force with copper. They should have low thermal electromotive force with copper. അപ്പോൾ തെർമൽ EMF കുറവായിരിക്കണം, ഡ്രോപ്പ് കുറവായിരിക്കണം. അപ്പോൾ ആ ഒരു ടെമ്പറേച്ചർ എഫക്റ്റ് ഒക്കെ കുറവായിരിക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള ഷണ്ട് മെറ്റീരിയൽ വേണം നമ്മൾ യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത്രയാണ് അമ്മീറ്ററിൻ്റെ കാര്യം പറഞ്ഞത്. ഇനി വോൾട്ട് മീറ്റർ മൾട്ടിപ്ലയർ എന്നാണ് പറയുക. വോൾട്ട് മീറ്ററിൻ്റെ റേഞ്ച് എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യുന്നതിന് എന്താ പറയുന്നത്? മൾട്ടിപ്ലയർ. ഓക്കെ, അപ്പോൾ ഈ ഒരു വോൾട്ട് മീറ്റർ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ വോൾട്ട് മീറ്റർ മൾട്ടിപ്ലയർ എന്ന് പറഞ്ഞാൽ ഒരു നോൺ ഇൻഡക്റ്റീവ് ആയിട്ടുള്ള, അത് പ്രത്യേകം പറയുന്നതാണ്, ഒരു നോൺ ഇൻഡക്റ്റീവ് ആയിട്ടുള്ള ഒരു ഹൈ വാല്യൂ റെസിസ്റ്റൻസ്. ഷണ്ടിൽ നമ്മൾ ലോ വാല്യൂ റെസിസ്റ്റൻസ് ആയിരുന്നെങ്കിൽ വോൾട്ട് മീറ്റർ മൾട്ടിപ്ലയറിൽ നമുക്കൊരു ഹൈ വാല്യൂ റെസിസ്റ്റൻസ് ആണ്. അതുകൂടാതെ ഈ സർക്യൂട്ട് നോക്കിയാൽ മനസ്സിലാകും, ആൻഡ് ദാറ്റ് ഈസ് കണക്റ്റഡ് ഇൻ സീരീസ്. ആ സീരീസ് എന്നുള്ളത് കൊണ്ടാണ് RS എന്ന് കൊടുത്തിരിക്കുന്നത്. സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത് വോൾട്ട് മീറ്ററിനോട്. ഓക്കെ, അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നു IM എന്ന് പറഞ്ഞ അതേ കറണ്ടാണ് രണ്ടിലൂടെയും ഫ്ലോ ചെയ്യുന്നത്. ബേസിക് മീറ്റർ കാണിച്ചിട്ടുണ്ട്, മൾട്ടിപ്ലയർ കാണിച്ചിട്ടുണ്ട്, ഇൻ സപ്ലൈ വോൾട്ടേജ് ക്യാപിറ്റൽ V ആണ്. ഇനി ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഈ ഒരു വോൾട്ട് മീറ്റർ മൾട്ടിപ്ലയർ യൂസ് ചെയ്യണമെങ്കിൽ, DC മെഷർമെൻറ്റ്സിന് യൂസ് ചെയ്യണമെങ്കിൽ അതിൻ്റെ കണ്ടീഷൻസ് ആർ ദ റെസിസ്റ്റൻസ് ഷുഡ് നോട്ട് ചേഞ്ച് വിത്ത് ടൈം ഓഫ് യൂസേജ്. ആ സെയിം കണ്ടീഷൻ തന്നെയാണ് നമ്മളിവിടെ അമ്മീറ്ററിൻ്റെ കാര്യത്തിലും പഠിച്ചത്. റെസിസ്റ്റൻസ് ഷുഡിൻ ചേഞ്ച് വിത്ത് ടൈം ഓഫ് യൂസേജ്. പിന്നെ എന്താണ്? ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് മസ്റ്റ് ബി വെരി ലോ. എന്ന് വെച്ചാൽ ചേഞ്ച് ഇൻ ടെമ്പറേച്ചറിൽ എന്തെങ്കിലും ചേഞ്ച് വന്നാൽ അത് റെസിസ്റ്റൻസിനെ പെട്ടെന്ന് അഫക്റ്റ് ചെയ്യാൻ പാടില്ല.
അഫക്റ്റ് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ്, ഹൗ മച്ച് ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ് വിൽ ഹാപ്പൻ, കൂടുവാണെങ്കിലും കുറയുവാണെങ്കിലും ഹൗ മച്ച് ചേഞ്ച് ഇൻ ദ റെസിസ്റ്റൻസ് വിൽ ഹാപ്പൻ അക്കോർഡിംഗ് ടു ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. അതാണ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ്. അത് എങ്ങനെയായിരിക്കണം? ലോ ആയിരിക്കണം. പിന്നെ കൂളിങ്ങിന് നല്ല പ്രൊവിഷൻ ഉണ്ടായിരിക്കണം, വെന്റിലേഷൻ പ്രൊവൈഡ് ചെയ്തിരിക്കണം. അതാണ് ഈ ഒരു മൾട്ടിപ്ലെയർ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രത്യേകമുള്ള അല്ലെങ്കിൽ പ്രത്യേകം വേണ്ട റിക്വയർമെൻറ്റ്സ്. ഇനി യൂഷ്വലി നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത് മംഗാനിനാണ്. അത് ഓർത്ത് വെക്കുക. മംഗാനിൻ യൂസ് ചെയ്യുന്നത് വോൾട്ട് മീറ്ററിന്റെ മൾട്ടിപ്ലെയർ ആയിട്ട് യൂസ് ചെയ്യും. അതിൽ ഈ റെസിസ്റ്റൻസ് ചേഞ്ച് പെട്ടെന്ന് വരില്ല. ഇനി മംഗാനിന്റെ കോമ്പോസിഷൻ എന്താണ് വരുന്നത്? കോപ്പർ, മാംഗനീസ് ആൻഡ് നിക്കൽ. കോപ്പറും മാംഗനീസും നിക്കലുമാണ്. കോപ്പർ 84%, മാംഗനീസ് 12%, നിക്കലാണെങ്കിലോ 4% ആണ്. ഓക്കെ, അപ്പോൾ 84, 12, 4. ഇനി നമുക്ക് ഇതിൻ്റെ ഇക്വേഷനും പഠിക്കാം. IM എന്ന് പറഞ്ഞാൽ ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ കറണ്ട് ആണ് ഓഫ് ദ മീറ്റർ. RM എന്ന് പറഞ്ഞാൽ ഇന്റേണൽ റെസിസ്റ്റൻസ് ഓഫ് ദ മീറ്റർ. RS ഈസ് ദ മൾട്ടിപ്ലയർ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ സീരീസ് റെസിസ്റ്റൻസ്. VM വോൾട്ടേജ് അക്രോസ് ദ മൂവിംഗ് കോയിൽ അല്ലെങ്കിൽ വോൾട്ടേജ് അക്രോസ് ദ മീറ്റർ. ക്യാപിറ്റൽ V ഈസ് ദ ഫുൾ റേഞ്ച് വോൾട്ടേജ്. അപ്പം നമുക്കറിയാം ഈ സ്മോൾ VM അല്ലെങ്കിൽ VM എന്ന് പറഞ്ഞാൽ ആ വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് ദ മീറ്റർ ആണ്. ദാറ്റ് ഇസ് ഈക്വൽ ടു കറണ്ട് ത്രൂ ദ മീറ്റർ IM, റെസിസ്റ്റൻസ് ഓഫ് ദ മീറ്റർ RM. അപ്പോൾ VM ഈക്വൽ ടു എന്താണ്? IM ഇൻറ്റു RM. ദെൻ ടോട്ടൽ വോൾട്ടേജ് ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? നോക്കൂ, ഇവിടെ 2 ഡ്രോപ്പ് സംഭവിക്കുന്നുണ്ട്. IM ഇൻറ്റു RM പ്ലസ് IM ഇൻറ്റു RS. അപ്പോൾ അത് ഒരുമിച്ച് എഴുതിയാൽ IM ഇൻറ്റു RM പ്ലസ് RS എന്നാണ് അല്ലേ. അപ്പോൾ ഈ ഒരു 2 ഇക്വേഷനിൽ VM കിട്ടി, VM കിട്ടി. V ഡിവൈഡഡ് ബൈ VM, അതായത് ടോട്ടൽ വോൾട്ടേജ് ഡിവൈഡഡ് ബൈ മീറ്ററിന്റെ വോൾട്ടേജ്, V ഡിവൈഡഡ് ബൈ VM ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഇവിടെ നോക്കുക, IM ഇൻറ്റു RM പ്ലസ് RS ഡിവൈഡഡ് ബൈ IM RM എന്ന് വരും. IM ക്യാൻസലായി. ദെൻ RM ഡിവൈഡഡ് ബൈ RM പ്ലസ് RS ബൈ RM എന്ന് വരും. അങ്ങനെയാണ് 1 പ്ലസ് RS ഡിവൈഡഡ് ബൈ RM എന്ന് വരുന്നത്. അതാണ് നമ്മൾ മൾട്ടിപ്ലൈയിങ് ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ മൾട്ടിപ്ലൈയിങ് ഫാക്ടർ ഏതാണ് മൾട്ടിപ്ലയറിന്റെ? V ബൈ VM. നമ്മൾ സ്മോൾ ലെറ്റർ M കൊണ്ട് അത് ഡിനോട്ട് ചെയ്യും. ഓക്കെ, സോ ദ V ബൈ VM ഈസ് കോൾഡ് ദ മൾട്ടിപ്ലൈയിങ് ഫാക്ടർ ഓഫ് ദ വോൾട്ട്മീറ്റർ. അപ്പോൾ എന്താണ് ഈ മൾട്ടിപ്ലൈയിങ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ ശരിക്കും the value by which the range of voltmeter can be extended. ഇപ്പോൾ മൾട്ടിപ്ലൈയിങ് ഫാക്ടർ 4 ആണെങ്കിൽ 4 ടൈംസ് നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. 10 ആണെങ്കിൽ 10 ടൈംസ്. ഇപ്പോൾ ഒരു ഇതിൻ്റെ വാല്യൂ, അതായത് ഇപ്പോൾ ഒരു എന്തെങ്കിലും ഒരു ഇൻസ്ട്രുമെൻ്റ് അല്ലെ, ഇപ്പോൾ വോൾട്ട്മീറ്റർ ഇൻസ്ട്രുമെൻറ്റിൻ്റെ റേഞ്ച് ഇപ്പോൾ ഒരു വാല്യൂ 2 വോൾട്ട് ആണെങ്കിൽ അതിൻ്റെ വാല്യൂ ഇപ്പോൾ നമുക്ക് 10 ആണ് വരുന്നതെങ്കിൽ അതിൻ്റെ എത്ര മടങ്ങ് നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കും? ഇൻറ്റു 10 ചെയ്താൽ മതി. അതായത് 2 വോൾട്ടിൻ്റെ ആയിരുന്നെങ്കിൽ 2 ഇൻറ്റു 10 എത്ര വരും? 20 വോൾട്ട് വരെ റേഞ്ച് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. വെറുതെ ഒരു എക്സാമ്പിൾ പറഞ്ഞാണ്. അപ്പോൾ എത്രയാണോ ആ മടങ്ങ് ഇൻക്രീസ് ചെയ്യുന്നത് റേഞ്ച്, അതാണ് മൾട്ടിപ്ലൈയിങ് ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഒരു മൂവിങ് കോയിൽ ഓഫ് വോൾട്ട്മീറ്റർ ആൻഡ് ദാറ്റ് ക്യാൻ സസ്റ്റെയിൻ എ വോൾട്ടേജ് ഓഫ് 0.25 വോൾട്ട്. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക. സസ്റ്റെയിൻ എ വോൾട്ടേജ് അല്ലെങ്കിൽ അതിൻ്റെ റേഞ്ച് ഇതാണ്, എക്സിസ്റ്റിംഗ് റേഞ്ച് എത്രയാണ്? 0.25 വോൾട്ട്, അതുവരെയാണ് പറ്റുള്ളൂ. ആൻഡ് ഇഫ് വി വാണ്ട് ടു യൂസ് ഇറ്റ് ഫോർ മെഷറിംഗ് എ വോൾട്ടേജ് ഓഫ് 10 വോൾട്ട്, 0.25 വരെയാണ് അതിന് റേഞ്ച് ഉള്ളൂ. ബട്ട് വി വാണ്ട് ടു യൂസ് ഇറ്റ് ഫോർ ദ മെഷറിംഗ് എ വോൾട്ടേജ് ഓഫ് 10 വോൾട്ട്. അപ്പോൾ മൾട്ടിപ്ലൈയിങ് ഫാക്ടർ എത്രയായി? 10 ഡിവൈഡഡ് ബൈ 0.25 ആയി. 10 ഡിവൈഡ് ബൈ 0.25 എന്ന് പറയുമ്പോൾ എത്രയായി? 40 ആയി. ഓക്കെ, അപ്പോൾ 40 ടൈംസ് ആണ് വരുന്നത് അല്ലേ. അപ്പോൾ 0.25 വോൾട്ട് ആണ്. ദാറ്റ് ഷുഡ് ബി ഇൻക്രീസ്ഡ് ടു 10 വോൾട്ട് റേഞ്ച്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് വോൾട്ട് മീറ്റർ മൾട്ടിപ്ലയർ കണക്ട് ചെയ്യണം. ആ കണക്ട് ചെയ്യേണ്ട മൾട്ടിപ്ലയറിന്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ഇന്റേണൽ റെസിസ്റ്റൻസ് ഓഫ് ദ മീറ്റർ തന്നിട്ടുണ്ടാവും. നമുക്കതൊരു 25 ഓം എന്ന് എടുക്കാം. ഓക്കെ, തന്നിട്ടുണ്ട് 25 ഓം. അങ്ങനെയാണെങ്കിൽ സ്മോൾ m is equal to എന്താണ്? 1 പ്ലസ് RS ബൈ RM ആണ്. 1 പ്ലസ് RS ബൈ RM. M എത്രയാണ് തന്നിട്ടുണ്ട്? M ഇപ്പം നമ്മൾ കണ്ടുപിടിച്ചു. എത്ര മടങ്ങാണ്? 40. ദെൻ RM എത്രയാണ് എടുത്തിരിക്കുന്നത്? 25. അപ്പം നമുക്ക് ഈ വാല്യൂ ഇട്ട് കൊടുക്കുവാണ്. M is equal to 1 plus RS by 25. ഈ 1 അപ്പറേറ്റ് പോകുമ്പോൾ എന്താവും? 39 ഈക്വൽ ടു RS by 25. RS അപ്പോൾ 39 ഇൻറ്റു 25 ഈക്വൽ ടു 975 ഓം. അപ്പോൾ നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത് ടു മെഷർ എ വോൾട്ടേജ് ഓഫ് 10 വോൾട്ട്, അതായത് 40 ടൈംസ് ഗ്രേറ്റർ ദാൻ ദ ഡിസൈൻഡ് വോൾട്ടേജ്
വി നീഡ് ടു കണക്ട് എ സീരീസ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ മൾട്ടിപ്ലയർ ഓഫ് ഹൗ മച്ച് ഓം 975 ഓം. ഈ 975 ഓമിൻ്റെ റെസിസ്റ്റൻസ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ റേഞ്ച്, ഈ വോൾട്ട്മീറ്ററിൻ്റെ റേഞ്ച് എത്രയായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും? നമുക്ക് അതിൻ്റെ റേഞ്ച് 40 ടൈംസ് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും. കൂടാതെ എക്സാമിന് ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ് മീറ്ററിൻ്റെ ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ കറണ്ട് എത്രയാണ്? മീറ്ററിൻ്റെ ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ കറണ്ട് അങ്ങനെ ചോദിക്കുമ്പോൾ നമുക്ക് ഓൾറെഡി ഉള്ള റേഞ്ച് ഉണ്ടല്ലോ, ആ റേഞ്ച് വോൾട്ടേജ് ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ് ആണ് വേണ്ടത്. മീറ്ററിൻ്റെ റെസിസ്റ്റൻസ് 0.25 ആണ് നമുക്ക് പറഞ്ഞിരുന്ന ആദ്യത്തെ റേഞ്ച്, ഡിവൈഡ് ബൈ 25 ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 0.01 ആംപിയർ അല്ലെങ്കിൽ 10 മില്ലി ആംപിയർ എന്ന് കിട്ടും. ആക്ച്വൽ വോൾട്ടേജ് റേഞ്ച് ഡിവൈഡ് ബൈ RM ചെയ്യുമ്പോഴാണ് അങ്ങനെ കിട്ടുക. ഇനി നമുക്ക് മൾട്ടി റേഞ്ചുള്ള വോൾട്ട് മീറ്ററും അമ്മീറ്ററും ഒക്കെ ഉണ്ട്. മൾട്ടി റേഞ്ച് എന്ന് ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ മൾട്ടി റേഞ്ച് അമ്മീറ്റർ ആണെങ്കിൽ കുറേ ഷണ്ട് ഉണ്ടായിരിക്കും. അപ്പോൾ അത് ഓരോ ഷണ്ട് നമുക്ക് റേഞ്ച് എക്സ്റ്റെൻഡ് ചെയ്യുന്നതനുസരിച്ച് ആ സർക്യൂട്ടിനെ റിമൂവ് ചെയ്യാനും അറ്റാച്ച് ചെയ്യാനും സാധിക്കുന്ന രീതിയിലായിരിക്കും അറേഞ്ച്മെന്റ്. അപ്പോൾ അങ്ങനെയാണ് മൾട്ടി റേഞ്ചിലുള്ള അമ്മീറ്ററും അതുപോലെ മൾട്ടിപ്ലെയർ അറ്റാച്ച് ചെയ്യാനും ഡിറ്റാച്ച് ചെയ്യാനും പറ്റുന്ന പല റേഞ്ചിന്റെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുവാണെങ്കിൽ മൾട്ടി റേഞ്ച് വോൾട്ട് മീറ്ററും മൾട്ടി റേഞ്ച് അമ്മീറ്ററും നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കും. ഇനി വോൾട്ട് മീറ്ററിന്റെ സെൻസിറ്റിവിറ്റി എന്താണെന്ന് കൂടി നോക്കാം. അതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ സാധാരണ ഇപ്പോൾ നമ്മുടെ ഈ ഒരു വോൾട്ട് മീറ്ററിനകത്താണെങ്കിൽ ദ റേഷ്യോ ഓഫ് ദ ടോട്ടൽ സർക്യൂട്ട് റെസിസ്റ്റൻസ് RT ആൻഡ് ദ വോൾട്ടേജ് റേഞ്ച് V, അതാണ് അതിന് രണ്ടിനെയും റേഷ്യോ. RT/V ആണ് എന്ത്? വോൾട്ട് മീറ്റർ സെൻസിറ്റിവിറ്റി. അപ്പോൾ അതിൻ്റെ ഈ ഒരു ഇക്വേഷൻ പറയാൻ അല്ലെങ്കിൽ ഈ ഒരു ഡെഫിനിഷൻ പറയാൻ കാരണം അതിൻ്റെ യൂണിറ്റ് നമ്മൾ പറയുമ്പോൾ എപ്പോഴും ഓർക്കണം. സെൻസിറ്റിവിറ്റിയുടെ യൂണിറ്റ്, വോൾട്ട് മീറ്റർ സെൻസിറ്റിവിറ്റിയുടെ യൂണിറ്റ് ഓംസ് പെർ വോൾട്ട് എന്നാണ്. എത്രയാണ്? ഓംസ് പെർ വോൾട്ട് എന്നാണ്. അതെങ്ങനെയാണ് വന്നത്? റേഷ്യോ ഓഫ് ടോട്ടൽ സർക്യൂട്ട് റെസിസ്റ്റൻസ് ആൻഡ് വോൾട്ടേജ് റേഞ്ച് V വന്നതുകൊണ്ടാണ്. ഇനി മറ്റൊരു രീതിയിൽ ഈ വോൾട്ട് മീറ്റർ സെൻസിറ്റിവിറ്റി ഓർത്തിരിക്കേണ്ടത് റെസിപ്രോക്കൽ ഓഫ് ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ കറന്റ് ഓഫ് ദ ബേസിക് മൂവ്മെന്റ്. റെസിപ്രോക്കൽ ഓഫ് ദ ഫുൾ സ്കെയിൽ ഡിവിഷൻ കറന്റ്. ഓക്കെ, റെസിപ്രോക്കൽ ഓഫ് ദ ഫുൾ സ്കെയിൽ ഡിവിഷൻ കറന്റ് ഓഫ് ദ ബേസിക് മൂവ്മെന്റ് എന്നാണ് ഓർക്കേണ്ടത്. ഓക്കെ, അപ്പോൾ SS ഈക്വൽ ടു ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ കാണിക്കാനാണ് FSD എന്ന് എഴുതിയിരിക്കുന്നത്. 1 ഡിവൈഡഡ് ബൈ FSD എന്ന് എഴുതിയേക്കുന്നു. ഓക്കെ, ഓംസ് പെർ വോൾട്ട്. അപ്പോൾ ഈ ഒരു ഈക്വേഷൻ ഓർത്തിരിക്കുക. അതുപോലെ ഇതിൻ്റെ യൂണിറ്റ് ഓംസ് പെർ വോൾട്ട് ആണെന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഇത്രയാണ് ഈ ഒരു കാര്യത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇനി നമ്മൾ പറഞ്ഞിരുന്നു 4 ഡിവൈസസ് ആണ് ഈ റേഞ്ച് എക്സ്റ്റൻഷൻ ഓഫ് ഇൻസ്ട്രുമെന്റ്സിന് ഉപയോഗിക്കുന്നത്. അതിൽ മറ്റ് 2 ഇൻസ്ട്രുമെന്റ് ട്രാൻസ്ഫോമറിന്റെ അണ്ടർ വരുന്നതാണ്. കറണ്ട് ട്രാൻസ്ഫോമറും പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമറും. കറണ്ട് ട്രാൻസ്ഫോമർ അഥവാ സീരീസ് ട്രാൻസ്ഫോമർ, പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമർ അഥവാ പാരലൽ ട്രാൻസ്ഫോമർ. അപ്പോൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഇതിനെപ്പറ്റി എല്ലാം പഠിക്കാം. എന്താണ് ഇൻസ്ട്രുമെന്റ് ട്രാൻസ്ഫോമേഴ്സ്, ക്ലാസിഫിക്കേഷൻസ്, അതിൻ്റെ പ്രത്യേകതകളൊക്കെ നമുക്ക് പഠിക്കാം. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാപ്പി ലേണിംഗ്.